കേരളപ്പിറവി ദിനത്തിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. ഇത് പുതുയുഗപ്പിറവി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരള ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ അതിദരിദ്രമുക്ത കേരളം പ്രഖ്യാപിച്ചു. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. പറഞ്ഞതൊക്കെ നടപ്പാക്കിയാണ് ഇടത് സർക്കാരിന് ശീലം. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാർ മുക്തരാക്കി. ചരിത്ര മുഹൂർത്തത്തിലാണ് ഇന്ന് സഭ സമ്മേളിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിത്. സഹകരിക്കാൻ തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ സമരത്തിൽ ആയതിനാലും അതിദരിദ്രമുക്ത പ്രഖ്യാപനം തട്ടിപ്പായതിനാലും സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പൊള്ളയായ പ്രഖ്യാപനമാണെന്നും സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള PR വർക്കാണെന്നും സഭ ബഹിഷ്കരിച്ച ശേഷം പ്രതിപക്ഷം ആരോപിച്ചു. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളപ്പിറവി ദിനത്തിൽ രാജ്യത്തിന് അഭിമാനമായിരുന്നു കേരളം. ഇനി അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ്. നവകേരള സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണെന്നും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി. ഏക കിടപ്പാട സംരക്ഷണ ബിൽ നിയമമായതും സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കാനുള്ള തീരുമാനവുമൊക്കെ മുഖ്യമന്ത്രി അറിയിച്ചു. താൻ വിട്ടുനിന്ന 8 മാസം കൊണ്ട് സംസ്ഥാനത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായതായും അതിദാരിദ്ര്യം മാത്രമാണ് ഇല്ലാതായതെന്നും ദാരിദ്ര്യത്തെ സാഹോദര്യത്തോടെ നേരിടാമെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായി നടൻ മമ്മൂട്ടിയും പറഞ്ഞു. പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത് കേവലം ഒരു പദ്ധതിയോ ചാരിറ്റിയോ ഔദാര്യമോ അല്ലെന്നും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അടിസ്ഥാന മൂല്യത്തിന്റെ സാക്ഷാത്കാരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല, ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിൻ്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ്. ഇതോടൊപ്പം സർക്കാർ നടപ്പാക്കിയ ഏക കിടപ്പാട സംരക്ഷണ നിയമത്തിൻ്റെയും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. ജനുവരിയിൽ ചൂരൽമലയിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കി ജനങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി റിപ്പോർട്ട് മുഖ്യമന്ത്രി മുഖ്യാതിഥി മമ്മൂട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. നമ്മുടെ സാമൂഹ്യ ബോധത്തിന്റെ നേട്ടമാണിതെന്നും അതിദാരിദ്ര്യം മാത്രമാണ് ഇല്ലാതായതെന്നും ദാരിദ്ര്യത്തെ സാഹോദര്യത്തോടെ നേരിടണമെന്നും മമ്മൂട്ടി പറഞ്ഞു. 8 മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി പൊതുവേദിയിൽ എത്തിയത്. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം
ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഒരുപാട് പ്രതിസന്ധികൾ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞ് ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ്. മന്ത്രി എം.ബി. രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പീക്കർ എ.എൻ. ഷംസീറും മറ്റു മന്ത്രിമാരും പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ശുദ്ധ തട്ടിപ്പെന്ന് പ്രതിപക്ഷം. അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനം എന്നതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് BJP. അതേസമയം സർക്കാരിനെ പിന്തുണച്ച് യാക്കോബായ സഭയും രംഗത്ത് വന്നു. കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്നത് ജീവൽ പ്രശ്നങ്ങൾ നേരിടുന്നവരോടുള്ള വെല്ലുവിളിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി അർഹതയുള്ള എത്ര പേർ മാറി നിൽക്കുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാനാണ് ഈ തട്ടിപ്പ് പ്രഖ്യാപനം നടത്തുന്നതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സത്യത്തിൽ ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ളൊരു വെല്ലുവിളിയാണ്. അവരുടെ അവകാശങ്ങൾ യഥാർത്ഥത്തിലുള്ള നിഷേധമാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം PR സ്റ്റണ്ടെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ. ഇത് റീലാണോ എന്നത് വ്യക്തതയില്ലെന്നും ജബി മേത്തർ പറഞ്ഞു. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള ഏറ്റവും വലിയൊരു PR സ്റ്റണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം വെറും PR പ്രവർത്തനം മാത്രമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 60,000 പേർ അതിദാരിദ്ര്യമുക്തരായെന്ന സംഖ്യ തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. പാവപ്പെട്ടവർക്കുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ്, ഒരു PR തട്ടിപ്പ് മാത്രമാണ്, ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ CPM ഗവൺമെന്റ് നടത്തുന്നത്. പ്രഖ്യാപനത്തെ തുടർന്ന് പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന് സർക്കാർ മനസ്സിലാക്കണമെന്ന് BJP നേതാവ് MT രമേശും വ്യക്തമാക്കി. സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. നിയമസഭ ബഹിഷ്കരിച്ചത് പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയെന്ന് CPM നേതാവ് EP ജയരാജൻ. പ്രതിപക്ഷത്തിന് കേരള വിരുദ്ധ മനോഭാവമാണെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത്. അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ? അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിൽ സർക്കാരിന് പിന്തുണയുമായി യാക്കോബായ സഭ. അതിദരിദ്രരില്ലാത്ത കേരളമെന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. അതിദരിദ്രമായിട്ടുള്ള ഒരു വിഭാഗം ഇല്ല എന്ന് ഗവൺമെന്റിന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. എന്തായാലും പ്രഖ്യാപനം വന്നപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയമായ ചോദ്യങ്ങളും നിരവധിയാണ്. അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ, അല്ലെങ്കിൽ കേരളത്തിൽ ഇനി അതിദരിദ്രരുണ്ടാകില്ലേ, സർക്കാരിന്റെ കണക്കുകൾ ശരിയോ, പ്രതിപക്ഷ വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്നൊക്കെ പറയുമ്പോഴും സർക്കാർ പറഞ്ഞ കണക്ക് എത്രയായാലും ഒരാൾക്കൊരു നേരത്തെ വിശപ്പകറ്റാൻ കഴിയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്, അഭിമാനമാണ്, നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യവുമാണ്. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനത്തിൽ ആഘോഷവുമായി കോഴിക്കോട്ടെ CPM പ്രവർത്തകർ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജനകീയ സദസ്സ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മഹബൂബ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് നല്ല നാൾ വരുന്നതിന് എതിരെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതെന്നും അതിദരിദ്രർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് ജീവിതം നൽകാൻ ഇരുകൈയും നീട്ടി നിൽക്കുന്ന ഒരു സർക്കാർ ഉണ്ടെന്നും മഹബൂബ് പറഞ്ഞു. RJD നേതാവ് കിഷൻ ചന്ദ് ഉൾപ്പെടെയുള്ളവർ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. ചടങ്ങിൽ മധുരവും വിതരണം ചെയ്തു. എന്നാൽ പ്രതിഷേധ സമരവും നടന്നു. സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിലെ കർഷക സമൂഹം ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. കറുത്ത തുണി ഉപയോഗിച്ച് വായ മൂടിക്കെട്ടി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരത്തിന് അവസാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ 266 ദിവസത്തെ രാപ്പകൽ സമരത്തിനാണ് ഇന്നത്തോടെ അവസാനമായത്. സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF വന്നാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. അതേസമയം സമരവേദിയിൽ ആശമാർക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് വന്നത്. ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. അവകാശങ്ങളെല്ലാം നേടിയെടുക്കും വരെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്.
ആശമാരുടെ ഓണറേറിയം 1000 രൂപ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം അവസാനിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേരളപ്പിറവി ദിനത്തിൽ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ റാലി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ വരുമ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ആശമാരുടെ കാര്യമാണ് നടപ്പിലാക്കുക എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനമാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം. അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ UDF. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിനു ശേഷമാണ് വി.ഡി. സതീശൻ സമരവേദിയിലെത്തിയത്. എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമരവേദിയിലെത്തി. വേദിയിൽ നിന്നും തന്നെ ഇറക്കിവിട്ടു എന്ന മാധ്യമ വാർത്തകൾക്ക് മറുപടിയായാണ് താൻ വീണ്ടും വേദിയിലെത്തിയതെന്നും ആശമാർക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതെൻ്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇതെൻ്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല, അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കും. ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ല ഇന്ന് ഞാൻ പോയത്. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് ക്ഷണിച്ചിട്ടാണെന്നും തങ്ങളെ പിന്തുണച്ച എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നും ആശാപ്രവർത്തകർ അറിയിച്ചു. ഒരു കുപ്പി വെള്ളം കുടിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസരത്തിലാണ് അവിടെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയവരും സമരപ്രതിജ്ഞാ റാലിയിൽ പങ്കെടുത്തു. സമരം 1 വർഷം തികയുന്ന 2026 ഫെബ്രുവരി 10-ന് തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകർ മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെൽകർഷകർക്ക് ആശ്വാസം. നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി അയയുന്നു. സംഭരണവുമായി ബന്ധപ്പെട്ട് ചില മില്ലുടമകളുമായി സർക്കാർ ധാരണയിലെത്തിയെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് വ്യക്തമാക്കി. മില്ലുടമകൾ സഹകരിച്ചില്ലെങ്കിൽ സപ്ലൈകോ നേരിട്ട് സംഭരിക്കുമെന്നും കർഷകരെ കൈവിടില്ലെന്നും മന്ത്രി. കർഷകരുടെ കണ്ണീരിന് ആശ്വാസമേകി സംസ്ഥാനത്ത് നെല്ല് സംഭരണം ആരംഭിച്ചു. ഭക്ഷ്യ കൃഷിവകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. മില്ലുടമകളുടെ സംഘടനകൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഭരണത്തിൽ നിന്ന് വിട്ടുനിന്നത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. നെല്ല് സംഭരണത്തിന് ചില മില്ലുടമകൾ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവരുമായി ചർച്ച തുടരുമെന്നും ഭക്ഷ്യമന്ത്രി P. പ്രസാദ് പറഞ്ഞു. 2 മില്ലുടമകളാണ് നെല്ലെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. മില്ലുടമകൾ സഹകരിച്ചില്ലെങ്കിൽ സപ്ലൈകോ നേരിട്ട് നെല്ല് സംഭരിക്കുമെന്നും കർഷകരെ കൈവിടാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ മടി കാണിക്കുന്നിടങ്ങളിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സപ്ലൈകോ സംവിധാനമൊരുക്കി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 1-2 മില്ലുകൾ ഇപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മില്ലുകളെയും സമീപിച്ചിട്ടുണ്ട്. ആ മില്ലുകളിലേക്ക് ഇപ്പോൾ കൊയ്തു വെച്ചിരിക്കുന്ന നെല്ലുകൾ മാറ്റുന്നതിനും പാലക്കാട് പോലുള്ള ഇടങ്ങളിൽ സംഭരണശാലകളും മറ്റും തയ്യാറാക്കിക്കൊണ്ട് സപ്ലൈകോ നേരിട്ട് നെല്ലെടുത്ത് അവിടങ്ങളിലേക്ക് സംഭരിച്ചു വെക്കുന്നതിനുമാണ് ഇപ്പോൾ ആലോചന. സന്നദ്ധത അറിയിച്ചു വന്ന മില്ലുടമകളുടെ മില്ലുകളിലാണ് കുട്ടനാട്ടിലെ നെല്ല് അടിയന്തരമായി സംഭരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സപ്ലൈകോ സംഭരണശാലകൾ തുറക്കും. മില്ലുടമകളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിരുന്നുവെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 100 കോടി വേണമെന്നും മന്ത്രി പറഞ്ഞു. മില്ലുടമകൾക്ക് മുൻപിൽ കയ്യും കെട്ടി നിൽക്കില്ലെന്നും സർക്കാർ അടിയന്തര നടപടി ആരംഭിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ നെല്ലിന്റെ സംഭരണവില 30 രൂപയാക്കി വർദ്ധിപ്പിച്ച് കർഷകർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന സംസ്ഥാന സർക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാവാത്തതിനാൽ റോഡരികിലും പാടങ്ങളിലുമൊക്കെ കൂട്ടിയിട്ട നെല്ല് കുട്ടനാട്ടിലും അതുപോലെ തൃശ്ശൂരിലും പാലക്കാടിലും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. സംഭരണവില കൂട്ടിയെങ്കിലും സംഭരണ നയം പ്രഖ്യാപിക്കാത്തതാണ് ഇത്തരം പ്രതിസന്ധികൾക്കൊക്കെ കാരണം. എന്തായാലും താൽക്കാലികമായി കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ സർക്കാരിന്റെ തീരുമാനം.
കാർഷിക സർവകലാശാല പുതുക്കിയ ഫീസ് നിരക്ക് പ്രഖ്യാപിച്ചു. കുത്തനെ കൂട്ടിയ ഫീസാണ് കുറച്ചത്. ഡിഗ്രി കോഴ്സിന് സെമസ്റ്റർ ഫീസ് 24,000 ആക്കി. നേരത്തെ 48,000 രൂപയായി വർദ്ധിപ്പിച്ച ഫീസാണ് കുറച്ചത്. PG കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീ 29,000 ആക്കി. PhD കോഴ്സുകൾക്ക് 30,000 രൂപയാണ് സെമസ്റ്റർ ഫീസ്. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് നടപടി. കൃഷിമന്ത്രി ഇന്ന് സർവകലാശാല അധികൃതരുടെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ഈ യോഗത്തിലാണ് ഫീസ് കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനമൊക്കെ ഉണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിൽ. ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കെന്ന റിമാൻഡ് റിപ്പോർട്ട്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ മഹസറിൽ കൃത്രിമം ചെയ്തുവെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും ശ്രീകോവിൽ കെട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 കേസ് പരിഗണിച്ചത്. തുടർന്ന് സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നുവെന്നും സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയെന്ന് രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല. മഹസറുകളിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളെ വെറും ചെമ്പുപാളികൾ എന്നെഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇനി കൂടുതൽ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. എന്തായാലും ആസൂത്രണത്തിൽ ഉൾപ്പെട്ട കൂടുതൽ ഉന്നതരെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N വാസുവിന്റെ PA ആയും ഈ സുധീഷ് ജോലി നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒക്കെ ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലാണ്. ശബരിമലയിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് തുടർ സമരങ്ങൾ നടത്തും. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ സംഘത്തിലെ വായ്പാ തിരിച്ചടവിൽ BJP നേതൃത്വത്തെ വെട്ടിലാക്കി മുൻ വക്താവ് MS കുമാർ. തിരുമല കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് രൂക്ഷ വിമർശനം. താൻ ഉൾപ്പെട്ട സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരിൽ 90% BJPക്കാരാണെന്നും പേരുകൾ വെളിപ്പെടുത്തുമെന്നും FB പോസ്റ്റിൽ മുന്നറിയിപ്പ്. ആത്മഹത്യ ചെയ്ത കൗൺസിലർ അനിൽകുമാറിന്റെ സമാന സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നതെന്ന് MS കുമാർ വെളിപ്പെടുത്തി. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയമെന്നും വിമർശനം. BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിലാണ് BJP നേതൃത്വത്തെ വെട്ടിലാക്കി പാർട്ടി മുൻ വക്താവ് MS കുമാറിന്റെ വെളിപ്പെടുത്തൽ. അനിൽകുമാർ പ്രസിഡന്റായിരുന്ന സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ഈ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തവരും തിരിച്ചടയ്ക്കാത്തവരും 90% BJPക്കാർ തന്നെയാണെന്ന കടുത്ത വിമർശനമാണ് FB പോസ്റ്റിലൂടെ MS കുമാർ നടത്തിയത്. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള BJPക്കാർ ഇതിലുണ്ടെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ ഉടൻ പേര് വെളിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി വന്നതുകൊണ്ടാകാം അനിലിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന് MS കുമാർ പോസ്റ്റിൽ കുറിച്ചു. അനിലിന്റെ സമാന സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നതെന്നും പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാശ് കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും വായ്പ തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നും വിമർശനമുണ്ട്. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്തു വയ്ക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും നേതൃത്വത്തെ കടുത്ത ഭാഷയിലാണ് മുൻ വക്താവ് വിമർശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കുമെന്നും MS കുമാർ മുന്നറിയിപ്പ് നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയ്ക്ക് കാരണം BJPയുടെ ഭാഗമായതാണെന്ന BJP മുൻ വക്താവ് MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. താൻ MS കുമാറിന്റെ പോസ്റ്റ് കണ്ടിട്ടില്ല. ബാങ്കിൽ നിന്ന് BJPയുടെ പ്രമുഖരായിട്ടുള്ള ആരും ലോൺ എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ ബാങ്ക് തയ്യാറാകണമെന്നും അദ്ദേഹം കോഴിക്കോട് ആവശ്യപ്പെട്ടു. അനിൽകുമാറിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ആദ്യത്തെ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് തിരുവനന്തപുരത്തെ ഒരറിയപ്പെടുന്ന BJP നേതാവും ഒരു ലോണും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ എല്ലാ റെക്കോർഡുകളും ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ BJPയുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ BJPയുടെ ലാബിൽ ആരും ലോൺ എടുത്തിട്ടില്ല.
കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപ്പിള്ളയ്ക്ക് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. 2025 പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ KG ശങ്കരപ്പിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിന്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപ്പിള്ള. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവർ ഉൾപ്പെട്ട പുരസ്കാര സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയ്ക്ക് മലയാളത്തിലെ ശ്രദ്ധേയനായ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് KG ശങ്കരപ്പിള്ള പ്രതികരിച്ചു. നീതി കേന്ദ്രീകൃതമായ നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്നതാണ് KGSന്റെ പ്രത്യേകത. കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിയാണ് കവി KG ശങ്കരപ്പിള്ള. ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര ഗവൺമെൻറ് LP സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 1971 മുതൽ കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ മലയാള വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ചു. മലയാള കവിതാ അനുഭവത്തെ ആധുനിക ആവിഷ്കാരത്തിൽ വ്യത്യസ്തമാക്കിയ കവികളിൽ പ്രധാനിയാണ് KGS. ഭാഷയിലും രൂപത്തിലും ഭാവത്തിലും തൻ്റേതായ പുതിയ വഴി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. 1970കളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് ശ്രദ്ധ നേടിയത്. 1998ലും 2002ലും കേരള സാഹിത്യ അക്കാദമി അവാർഡും 2002ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുള്ള KGSന്റെ മലയാള രചനകൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, സിംഹള ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2008ലെ P. കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009ലെ ഓടക്കുഴൽ അവാർഡ്, 2009ലെ ഹബീബ് വലപ്പാട് അവാർഡ്, 2011ലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം, 2018ലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 2020ലെ കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് തുടങ്ങിയവയാണ് അദ്ദേഹം നേടിയ മറ്റു പ്രധാന പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KGMOയുടെ ജീവൻ രക്ഷാ സമരം തുടങ്ങി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമരം. ആദ്യഘട്ടമെന്ന നിലയിൽ നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി രോഗീ പരിചരണം ഒഴികെയുള്ള ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിസ്സഹകരണ സമരം ആരംഭിക്കാനാണ് KGMOയുടെ നീക്കം. ആരോഗ്യ പ്രവർത്തകരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. കൂടാതെ ആശുപത്രികളെ സുരക്ഷാ മേഖലകളായി പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആശുപത്രികളുടെ സുരക്ഷാ ചുമതല സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പിലാക്കാത്തതിലും സംഘടന പ്രതിഷേധം അറിയിക്കും. ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർ സുരക്ഷിതരല്ലെന്ന് KGMOയെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK. ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് KGMOയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ നിസ്സഹകരണ സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ രോഗീ പരിചരണം ഒഴികെയുള്ള ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഡോക്ടർ സുനിൽ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ മാരകായുധങ്ങളുമായിട്ടുള്ള ആക്രമണം കൂടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ അത്യന്തം ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു തർക്കമറ്റ വസ്തുതയാണ്. കാരണം ഇവിടുത്തെ ഒരു സർക്കാർ മേഖലയിലെ ഒരു കാഷ്വാലിറ്റി, പ്രത്യേകിച്ച് ഒരു താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏതൊരു അസമയത്താണെങ്കിൽ പോലും ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് OP കേസുകളാണ്. ഒരു എക്സ്റ്റൻഡ് OP പോലെയാണ്, ഒരുപാട് OP കേസുകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഏതൊരാൾക്കും ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മാരകായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും ഒരാൾക്ക് OPയിലോ കാഷ്വാലിറ്റിയിലോ വാർഡിലോ ഒക്കെ കടന്നു ചെല്ലാവുന്ന ഒരു അത്രയധികം സുരക്ഷിതത്വം ഇല്ലാത്ത, സുരക്ഷാ വീഴ്ചയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സർക്കാർ മേഖലയിലെ ആശുപത്രികളിൽ. ഒരു വളരെ ചുരുക്കം പ്രധാനപ്പെട്ട ചില ജനറൽ ആശുപത്രികൾ ഒഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം ആശുപത്രികളെയും അവസ്ഥ ഇത്തരത്തിൽ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ. OP, അതുപോലെ തന്നെ IP സേവനങ്ങൾ, ഓപ്പറേഷൻ, സർജറികൾ, ഇതെല്ലാം ഇത്തരം രോഗീപരിചരണവുമായി നേരിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡ്യൂട്ടികളും നമ്മൾ ചെയ്യും. അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത കുറെ ഡ്യൂട്ടികളുണ്ടല്ലോ. ഉദാഹരണത്തിന് വിവിധ ട്രെയിനിങ്ങുകൾ, കോൺഫറൻസുകൾ, മറ്റ് അവലോകന യോഗങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഞങ്ങളുടെ സമരത്തിന് വേണ്ടത്ര ഒരു ശ്രദ്ധയും ആ സമരം തീർക്കാനും അതുപോലെ ഞങ്ങളുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അത് സാധിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് തിരിയുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല.